ദി സൈറ്റ് ക്യാൻ ബി റീച്ച്ഡ്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരൊക്കെ കാണാൻ സാധ്യതയുള്ളൊരു എറർ മെസ്സേജാണത്. നമ്മളൊരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് കാണുന്ന ഈ ഒരു മെസ്സേജ് ചിലപ്പോൾ വെബ്സൈറ്റ് ഡൗൺ ആയതുകൊണ്ടായിരിക്കാം. അതല്ല, നിങ്ങൾക്ക് മൊബൈലിലൊക്കെ ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റിയ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരും. ഇതിനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം CMD എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ താഴെ കമാൻഡ് പ്രോംപ്റ്റ് വന്നത് കാണാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ഇൻ്റർനെറ്റ് കണക്ഷൻ തീരെ കിട്ടാത്തതിനല്ല. ചില വെബ്സൈറ്റുകൾ മാത്രം ലോഡ് ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആ വെബ്സൈറ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ലെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കമാൻഡാണ് ipconfig/flush DNS. ഇപ്പോൾ നമ്മളുടെ DNS ക്യാഷയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള DNS ക്യാഷ ഉണ്ടെങ്കിലോ ചിലപ്പം ചില വെബ്സൈറ്റുകൾ വർക്ക് ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. ഇതേപോലെ ക്യാൻ റീച്ച്ഡ് എന്നുള്ള മെസ്സേജ് ആയിരിക്കും വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കമാൻഡ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ DNS ക്യാഷെ ക്ലിയർ ചെയ്യും. ഇതല്ലാതെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് സ്റ്റാർട്ട് കീ +R പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ncpa.cpl എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മുടെ വൈഫൈ കണക്ടിവിറ്റി കാണാം. വൈഫൈ കണക്ടിവിറ്റി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4 TCP/IP എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം. അത് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ നിങ്ങളുടെ വൈഫൈ കണക്ടിവിറ്റി മാനുവൽ IP കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇവിടെ ഒപ്റ്റെയിൻ ആൻ IP ഓട്ടോമാറ്റിക്കലി എന്നാണ് കാണുക. അതേപോലെ തന്നെ ഒപ്റ്റെയിൻ DNS സെർവർ അഡ്രസ് ഓട്ടോമാറ്റിക്കലി എന്നാണ് കാണുക. ഇവിടെ നമ്മൾ യൂസ് ദി ഫോളോയിങ് DNS സെർവർ അഡ്രസ്സ് എന്ന് കൊടുത്തിട്ട് ഇവിടെ 8.8.8.8 ഈ ഒരു അഡ്രസ്സ് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യുക. ഇത് ഗൂഗിളിൻ്റെ പബ്ലിക് DNS IP ആണ്. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ചെയ്യാൻ പ്രയാസമുള്ള വെബ്സൈറ്റുകളൊക്കെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.